വസ്ത്ര കച്ചവടക്കാരനായിട്ട്. അത് ഇമാമിങ്ങളെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്, അവരുടെ ഇത്തിബാണത്. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്ര കച്ചവടക്കാരനായിട്ട് മൈഷത്തിന് വേണ്ടി, തെറ്റൊന്നുമില്ലത്, അത് ശരി. വസ്ത്രം വിൽപ്പന നടത്തും. ചിലപ്പോ മഹാനവർക്ക് ദർശനമാകുമ്പോൾ ആളെ വിടും, വിടുന്ന ആൾക്ക് കൂലി കൊടുക്കട്ടോ, ഒരാളെ വിടും. ഒരു കൂട്ടം വസ്ത്രം കൊണ്ട് ഇറക്കിയപ്പോ അത് പുതിയത് വിൽക്കാനുള്ളതാണ്. ഒന്ന് ഡാമേജ് ആയി കണ്ടു, ഒന്ന് എന്നാ ഒരു ജോഡിയിൽ ഒന്ന്, ബാക്കി ഇഷ്ടം പോലെ. വിൽപ്പനക്കാരനോട് പറഞ്ഞു, ഇത് പറഞ്ഞു വിൽക്കണം. ഒരു വസ്ത്രം, നമ്മളിപ്പോ ഒരു വസ്ത്രം വാങ്ങുമ്പോ എത്ര വട്ടം മറിച്ചത് അങ്ങോട്ട് കൊടുക്കും. വാങ്ങുന്ന ആളും നോക്കുമല്ലോ, ഇത് പറ്റുമോ പറ്റൂലേ, ഇതെങ്ങനെ ഉണ്ട് നമുക്ക് നോക്കുമല്ലോ. പക്ഷെ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോകുന്ന ആളോട് ഇത് പറഞ്ഞു വിൽക്കണം കേട്ടോ, ഇതിനൊരു ചെറിയ കേടുണ്ട്. അയാളതൊക്കെ ആ കുറി കൊണ്ടുവന്നതൊക്കെ വിറ്റ് തിരിച്ചു വന്നപ്പോ വിറ്റോന്ന് വെച്ചു. ആ ഫുള്ള് വിറ്റു, കാശേറ്റ് വന്നതാ. എന്നിട്ട് ആ കേടുള്ള ഒന്ന് പറഞ്ഞിരുന്നോന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആള് കൊടുത്തത്. അപ്പൊ നമ്മളൊരു ചോദ്യം ഇല്ലേ, വാങ്ങണ ആള് നോക്കൂലേ? അല്ല, അവിടെ അങ്ങനെ ചോദ്യം നമ്മളാണ് ചോദിക്കുമല്ലോ, ഇത് വാങ്ങണ ആളും നോക്കൂലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുത്തത്, ഞാനത് വിട്ടുപോയി, എന്നാ ഇതിന്റെ ഒറ്റതിന് കാശ് വേണ്ട. ആ ഒന്നിന്റെ അല്ല, കൂട്ടത്തിലുള്ള ഒരു ഒറ്റ നിന്റെയും കാശ് എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയി ആർക്കും കൊടുത്തത്. അതവരെ സൂക്ഷ്മതയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ വഴി പിന്തുടരുന്ന നല്ല കനപ്പെട്ട ആലിമീങ്ങൾ അവരെത്ര എണ്ണം കഴിഞ്ഞുപോയി. ഓരോരുത്തരും തീർന്നു പോകുമ്പോ അതിന്റെ നഷ്ടം ഭൂമിയിലുള്ള എല്ലാ ആളുകളും